ഹലോ ഗായ്സ്, എൻ്റെ സെക്കൻഡ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇതും ആസ് യൂഷ്വലി ഒരു അൺബോക്സിങ് പോലെയാണ്, ബട്ട് ഡിഫറെൻ്റ് ആണ്. ഗിഫ്റ്റ് ഫ്രം പബ്ജി. എല്ലാവരും ഞാനൊക്കെ പബ്ജി കളിക്കുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പലരും കളിയാക്കുമായിരുന്നു. പബ്ജി കളിച്ചിട്ട് എന്താ ഉണ്ടാക്കാനോ, പബ്ജി എടുത്തോണ്ട് ഉണ്ടാക്കാനത് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട്, ഫിയറെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി. ആ ഫാമിലിയിൽ നിന്ന് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഭയങ്കര ഹാപ്പി, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ സംഭവങ്ങൾ ഇപ്പോൾ നടന്നതിൻ്റെ. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യാം. ഇന്നത്തേത് ശരി സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സ്പെഷ്യൽ ഗിഫ്റ്റ് ഐ ഗോട്ട് എസ്റ്റർഡേ. ബട്ട് എസ്റ്റർഡേ മീൻസ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 28-നാണ്. എൻ്റെ ബർത്ത്ഡേ 21-നായിരുന്നു. ബട്ട് അന്ന് ആക്സിഡൻ്റലി, അതിൻ്റെ കഥ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തരാൻ, ഒരാളല്ല, എൻ്റെ കുറച്ച് കൂട്ടുകാർ, അതായത് ഞാനിപ്പോൾ കുറേ നമ്മൾ സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയത്തില്ല, ആ ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് പബ്ജി. ആ പബ്ജിയിലെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തരാൻ സെറ്റ് ചെയ്തു. ബട്ട് 21-ന് അത് ഒരാൾക്ക് പറ്റി ചെറിയ മണ്ടത്തരം കാരണം അതിവിടെ എത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് ആ ആളെ മീറ്റ് ചെയ്യാനായിട്ട് ആളുടെ വീട്ടിന് പോവേണ്ടി വന്നു. ജസ്റ്റ് കാഷ്വലി മീറ്റ് ചെയ്യാനായിട്ട് പോയതാണ്, ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ബട്ട് അവിടെ ചെന്ന് കംപ്ലീറ്റ്ലി സർപ്രൈസ്. ഒരു കേക്കൊക്കെ മുറിച്ചു ഗിഫ്റ്റ് തന്നു. റിയലി ഭയങ്കര ഹാപ്പിയാണ്. 21-ന് ബർത്ത്ഡേ ഉള്ളത് ഈ വീഡിയോ കാണുന്ന പലരും ഇപ്പോഴായിരിക്കും അറിയുന്നത്. മുമ്പ് അറിയാവുന്ന ആൾക്കാർ പോലും ഇപ്പോഴായിരിക്കും അറിയുന്നത്. കാരണം പണ്ടൊക്കെ ആയിരുന്നു നമ്മളെപ്പോഴും ആഘോഷിക്കുന്ന സാധനം. അന്നൊന്നും കേക്ക് മുറിച്ചിട്ടില്ല. ഇന്ന് ആരും ആഘോഷിക്കാനും ഒരു പരിപാടിക്കില്ലാത്തപ്പോൾ ഇത് ഞാൻ കേക്കൊക്കെ മുറിച്ച്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് എൻ്റെ കുട്ടി എനിക്ക് കേക്കൊക്കെ തന്നു. പുള്ളിക്കാരി എനിക്ക് കേക്കൊക്കെ തന്നായിരുന്നു. കേക്ക് ഒരു ഷോട്ടൊക്കെ തന്നു. ബട്ട് ഇതൊരു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അതുമല്ല, ഇത് അസീസിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തതുപോലെ പെർഫ്യൂം തന്നെയാണ് ഇവിടെ. ഐ വിൽ ഷോ യു. പെർഫ്യൂം ആണെന്ന് ഗിഫ്റ്റ് പൊട്ടിക്കാതെ എങ്ങനെ അറിഞ്ഞെന്ന് നിങ്ങൾക്ക് ഡൗട്ടാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഈ ഗ്രൂപ്പിലുള്ള, അതായത് ഈ പബ്ജി എടുത്തിൽ തന്നെയുള്ള ഈ ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലുള്ള ആള് മണ്ടത്തരം എന്നുള്ള രീതിയിൽ തന്നെ ഞാനിത് കണക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ, നിനക്ക് ഇന്ന ആൾ ആശിച്ചിയാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ആശിച്ചി പെർഫ്യൂം തന്നില്ലേ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ അറിഞ്ഞു. അതുവരെ എനിക്ക് എന്താ ഐറ്റം ഒന്നും അറിയില്ല. ഇവരൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ ഒരു ഐറ്റം ഉണ്ട്, ദിസ് വൺ. You guys can see this. അപ്പോൾ ഇനി ഫസ്റ്റ് കഥ പറയാം, എന്നിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഞാൻ റാപ്പ് അഴിക്കുന്ന ടൈമിൽ ആ കഥ പറയാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ 21-നായിരുന്നു. അന്ന് ഈ പറഞ്ഞ കണക്ക് ആശിച്ച് എൻ്റെ ലൊക്കേഷനും വീടും ഫോൺ നമ്പരും എല്ലാം മേടിച്ച്, ഇത് കാണിച്ചില്ലല്ലോ, ഇതാ ഞങ്ങളുടെ ക്ലാൻ്റെ പേരാട്ടോ, പബ്ജി ടീം ഫിയറെക്സ്. ഇങ്ങനെ ആയിരിക്കാമെന്നാണ് തോന്നുന്നത്. മിറർ ഇതായിരിക്കും വരുന്നത്. ഞാൻ സെൽഫി വീഡിയോയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പബ്ജിയിലെ നെയിം KF എന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആശിജി ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്തു. ഈ സാധനം നൂണിലാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തു. ഏത് പെർഫ്യൂമാണെന്ന് എനിക്കറിയില്ല. നൂണിൽ ഓർഡർ ചെയ്തു. എന്നിട്ട് മന്ദബുദ്ധി അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എൻ്റെ അഡ്രസ്സ്. പിൻഡ് ലൊക്കേഷൻ നമ്മൾ കൊടുക്കുമല്ലോ, മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു. അതായത് നമ്മൾ ആപ്പിനകത്ത് ലൊക്കേഷൻ സെലക്ട് ചെയ്ത്, അതായത് മാപ്പിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് പുള്ളിക്കാരി സ്വന്തം ലൊക്കേഷനിൽ കൊടുത്തു. അഡ്രസ്സും ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത്, ഞാൻ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് ദുബൈയിൽ. അപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തു. അങ്ങനെ എൻ്റെ ഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഡെലിവറി ബോയ് അവരുടെ റൂമിൻ്റെ താഴെ വന്നതുകൊണ്ടാണ് അന്ന് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു പട്ടത്തിനെ പറ്റി ഇത് അവിടെ സ്റ്റക്കായി പോയതായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ, നമ്മൾ ഫ്രണ്ട്സാണ്, ഇപ്പോൾ കുറേ നാളുകൊണ്ട് നല്ല കമ്പനിയാണ്. ഞങ്ങൾ ലൈവൊക്കെ ഉണ്ട് യൂട്യൂബിൽ. പുള്ളിക്കാരുടെ ചാനൽ വേണമെങ്കിൽ ഇതിൽ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാം. അപ്പം പുള്ളിക്കാരിയാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ മണ്ടത്തിലൊക്കെ പറ്റിയിട്ട് പിന്നീട് വന്നതാണ്. നമുക്ക് നോക്കാം. ഞാൻ നോക്കുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല എന്താ സ്പ്രേ എന്ന്. Jaguar. This one is the perfume. You can see, guys.
ഇത് പെർഫ്യൂം ആണെന്നൊരു മണ്ടം പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. ഇത് എനിക്ക് കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിട്ട് വന്ന സാധനമാണ്. അന്നും അറിയില്ല. അതിനുശേഷം ഞാൻ ചോദിച്ചപ്പോഴും ആളെന്താന്ന് പറഞ്ഞിട്ടില്ല ആശിച്ചി. ഗൂഗിൾ മാപ്പ് എന്നാട്ടോ പേര്, ഞങ്ങളുടെ മാപ്പ് എന്നാണ് വിളിക്കുന്നത്. ആശിച്ചി അന്നേരം ഇതൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ ഈ കൂട്ടുകാരൻ മണ്ടൻ അവ പറഞ്ഞു ഇതാണ് എന്ത് പറഞ്ഞിട്ട് പെർഫ്യൂം കിട്ടിയില്ലെന്ന് ചോദിച്ചോണ്ട്. അതായത് ഞാൻ കണ്ടന്റ് ചെയ്യാനൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറയാം അതൊന്നും നിനക്ക് ആശിച്ചെന്ന് പെർഫ്യൂം കിട്ടില്ലെന്ന്. അവനറിയാം, അവനും എല്ലാം ഈ ഗ്രൂപ്പിലുള്ളതാണ്. ഇവരൊരു പ്രത്യേക ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്തേക്കുന്നത്. ഓക്കെ, അൺബോക്സ് ചെയ്യാം. കഴിഞ്ഞ തവണത്തെ അൺബോക്സിങ് ഞാൻ മറന്നിട്ടില്ല. ഇത്തവണ എന്തായാലും അത് കണക്ക് പാടൊന്നും പെടത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സൂപ്പർ മമ്മ. ക്ലാസിക് ബ്ലാക്ക്, ജാഗ്വർ ക്ലാസിക് ബ്ലാക്ക്. I will show you the perfume. This one. നല്ല ബോട്ടിലൊക്കെയാണ്. You can try. Smells good. അപ്പോൾ ഇതാണ് പെർഫ്യൂം. കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ടായാലും കണ്ടന്റ് കൊണ്ടു തന്ന എല്ലാവർക്കും, കണ്ടന്റിനല്ല ഗിഫ്റ്റ് തന്നതിൻ്റെ ടാക്സ്. ഭയങ്കര ഹാപ്പിയാണോ? ഇതിപ്പോൾ രണ്ടാമത്തെ ഗിഫ്റ്റാണ്. ഇതിന് മുന്നേ വേറൊരാൾ ഗിഫ്റ്റ് അയക്കാനുണ്ടായിരുന്നു. നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പർ. മറ്റേത് ഇതിന് മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്തത് കംപ്ലീറ്റ്ലി ഊതാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എനിക്കിതിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഒന്നും പറയാൻ അറിയത്തില്ല. എന്നാലും ഇത് വേണമെങ്കിൽ പഠിച്ചിട്ട് വന്ന് പറയാം. രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ കിട്ടിയത് ഇതാണ്. പിന്നെ വേറൊരാൾ എന്തോ ഗിഫ്റ്റ് പ്ലാൻ ചെയ്തു, എന്നിട്ട് പുള്ളിക്കാരി അത് സെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടുത്തെ എൻ്റെ ട്രെൻഡ്യോളം എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതുവഴി ഞാൻ കണ്ടത്. അന്നേരം എൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്തപ്പോൾ ഫോണിൽ OTP വരുന്നതൊക്കെ കണ്ട് സർപ്രൈസ് പോലെ ചെയ്തുള്ള രീതിയിൽ ആൾക്ക് അത് അയക്കാൻ പറ്റിയില്ല. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഒരു എഫേർട്ട് എനിക്ക് വേണ്ടി എടുത്തതിന് താങ്ക്സ്. ഓക്കെ, പിന്നെ ഇതിപ്പം എനിക്ക് ഇപ്പോൾ 1-2 ബർത്ത്ഡേ ഉണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് 2 കിട്ടിയായിരുന്നു, വേറൊരെണ്ണം കിട്ടിയായിരുന്നു, വേറൊരു കാർ കിട്ടിയായിരുന്നു. ആ ആളിത്തവണ ഗിഫ്റ്റ് ഒന്നും അയച്ചിട്ട് എനിക്ക് പറയാം. ഓക്കെ, പിന്നെന്താ, പിന്നെ പാത്തു, മൈ ഗേൾ ഫ്രണ്ട്, മൈ ഫിയാൻസെ ഗിഫ്റ്റ് അയച്ചായിരുന്നു. ഒരു ഷർട്ട്, പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, പൂവൊക്കെ ആയിട്ട്. അത് സർപ്രൈസ് ആയിരുന്നു. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോസ് ഇല്ലേ, സർപ്രൈസ് ആയിട്ട് ആൾക്കാർ കൊണ്ടുതരുന്ന അങ്ങനത്തെ രീതിയിൽ അതും കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗിഫ്റ്റ്. താങ്ക് യു ഫിയറെക്സ് ടീം, താങ്ക് യു ആശേച്ചി, താങ്ക് യു എവരിബഡി ഫോർ ഇങ്ങനൊരു എഫേർട്ട് എനിക്ക് വേണ്ടി എടുത്തതിന് റിയലി താങ്ക്സ്. ഇനി എന്താ പറയാനുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടികളാണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.